പെൺകുട്ടികൾ ശബ്ദമുയർത്തിയാൽ വാ അടിപ്പിക്കുന്ന സമൂഹത്തോടാണ് എനിക്ക് പറയാനുള്ളത്. കുറച്ച് ദിവസങ്ങളായി ന്യൂസുകളിൽ കാണുന്നത് വളരെ സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. അതായത് 14 വയസ്സുള്ള കുട്ടിയെ പീഡിപ്പിച്ചു, 14 മാസമുള്ള കുട്ടിയെ പീഡിപ്പിച്ച് കൊന്നു തള്ളി എന്നൊക്കെ. ഇങ്ങനെയുള്ള ചെറിയ കുട്ടികളിൽ പോലും കാമം തീർക്കാവുന്ന സ്ത്രീയെ കാണുന്ന ഭയാനകമായ ചിന്താഗതിയുള്ള ചെകുത്താന്മാർക്കിടയിൽ എങ്ങനെ നമ്മൾ നമ്മളുടെ പെൺകുട്ടികളെ വളർത്തും? വളരെ ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ്. ചെറുപ്പം മുതൽക്കേ പെൺകുട്ടികൾ പല രീതിയിലുള്ള സെക്ഷൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ്. അതായത് അവരുടെ സ്വന്തം കുടുംബങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ അയൽവാസികളിൽ നിന്ന്, സുഹൃത്തുക്കളിൽ നിന്ന്, മദ്രസകളിൽ നിന്ന്, എങ്ങോട്ടെങ്കിലും ബസ്സിലൊക്കെ പോവുകയാണെങ്കിൽ ബസ്സുകളിൽ പല രീതിയിലുള്ള സെക്ഷൽ പ്രശ്നങ്ങളാണ് അവിടെ നിന്നൊക്കെ ഇവർ അനുഭവിക്കുന്നത്. ഇതിൽ നിന്നൊക്കെ മാറ്റം കൊണ്ടുവരണമെങ്കിൽ നമ്മൾ പാരൻസ് തന്നെ വിചാരിക്കണം. അതായത് നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം ഇന്നത്തെ സമൂഹത്തിലെ ആളുകൾ എങ്ങനെയാണ്, സെക്ഷലായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്ന് മക്കളെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. അതായത് എവിടേക്ക് പോകുമ്പോഴും നമ്മുടെ സാമീപ്യം അവരുടെ കൂടെ ഉണ്ടായിരിക്കണം. മാത്രമല്ല നമ്മളില്ലാത്ത ഒരിടത്തേക്കും ഒറ്റക്കോ അല്ലാതെയോ മക്കളെ പറഞ്ഞേക്കരുത്. അതായത് നമ്മൾക്ക് കണ്ണെത്താത്ത സ്ഥലങ്ങളൊക്കെ അവർക്ക് പ്രശ്നങ്ങൾ തന്നെയാണ്. നമ്മളെ സുഹൃത്തുക്കളാണ്, നമ്മളെ കൂടപ്പിറപ്പാണെന്ന് വിചാരിച്ച് നമ്മൾ വിശ്വസിക്കുന്ന ആൾക്കാരെ ഒന്നും നമ്മൾ കണ്ണടിച്ച് വിശ്വസിക്കാൻ പറ്റാത്ത കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളെ സംരക്ഷണത്തിന് വേണ്ടി ആദ്യം തന്നെ വേണ്ടത് എപ്പോഴും അവരെ ഒറ്റക്കൊരു സാഹചര്യത്തിലേക്ക് തള്ളിവിടാതിരിക്കുക. അവരുടെ കൂടെ എപ്പോഴും ഏത് സാഹചര്യത്തിലും നമ്മുടെ സാമീപ്യം ഉറപ്പാക്കുക. മാത്രമല്ല അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക എങ്ങനെയാണ്, ഏത് രീതിയിലാണ് ഈ സെക്ഷലായിട്ടുള്ള പ്രശ്നങ്ങൾ ഏതൊക്കെ രീതിയിലാണ് നമുക്ക് അനുഭവത്തിൽ വരിക എന്നുള്ളത്. അതായത് അതിനനുസരിച്ചുള്ള ബോധം അവരിൽ ചെറുപ്പത്തിലേ നൽകുക. എന്ത് പ്രശ്നം വന്നാലും എൻ്റെ മാതാപിതാക്കൾ എൻ്റെ കൂടെയുണ്ട്, എന്ത് പ്രശ്നവും തുറന്ന് പറയാനുമുള്ള ധൈര്യം മക്കൾക്ക് കൊടുക്കുകയും ചെയ്യുക എന്നതിലൂടെ മാത്രമേ നമ്മുടെ മക്കളെ നമുക്ക് കുറച്ചെങ്കിലും രക്ഷിക്കാൻ കഴിയുള്ളൂ.